ഹേ ഗൈസ്, അപ്പം ഞങ്ങളിത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിനാണ് പോകുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇപ്പം ഇടുന്നതെന്നല്ലേ, എനിക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എഡിറ്റ് ചെയ്യാൻ, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് പറഞ്ഞു വരുന്നത് ശ്രീകുട്ടി, ഞാനും അമ്മയും ദക്ഷും ഞങ്ങൾ 4 പേരും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത്. സ്കൂൾ തുറക്കണതിൻ്റെ ഒരു ദിവസം മുമ്പാണ് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയത്. അങ്ങനെ നമ്മൾ ഷോപ്പിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നത് എജുമാർട്ടിലായിരുന്നേ. അവിടെ എന്തോ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വന്നത് ബാഗിൻ്റെ സെക്ഷനിലോട്ട് പോയി. അവിടെ നിറയെ ക്യൂട്ട് ആൻഡ് വെറൈറ്റീസ് ആയിട്ടുള്ള കുറേ ബാഗ് കണ്ടു. പക്ഷെ നമ്മളൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം മേമയുടെ കടയിൽ നിന്നാണ് ഞങ്ങൾ ബാഗും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അതുകൊണ്ട് പിന്നെ നമ്മൾ ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ നോക്കി ദക്ഷുവിന് കൊണ്ടുപോകാൻ പറ്റണത്. അങ്ങനെ ഇത് അമ്മയ്ക്ക് ഒരെണ്ണം ഇഷ്ടമായി പറഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു. ബട്ട് അതിന് നല്ല വിലയായിരുന്നു. അമ്മ പിടിച്ച് നിൽക്കുന്നുണ്ടല്ലോ, അതിന് തന്നെ 1000 സംതിങ് രൂപയാണ്. അതുകൊണ്ട് നമ്മൾ അതൊന്നും വാങ്ങിച്ചില്ല. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഞാൻ മറന്നു പോയതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സ്കൂൾ തുറക്കുന്നതിന് മുമ്പായിരുന്നു ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ സ്കൂൾ തുറന്നിട്ട് ടൈമും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം സ്കൂൾ വിട്ട ട്യൂഷൻ അങ്ങനെ പോയി വീടെത്തുമ്പോൾ ഒരു 6 മണിയാവും. പിന്നെ 6 മണിയായി ഫ്രഷായി ഒന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും 7 മണി. പിന്നെ പഠിക്കാൻ തന്നെ സമയമായി. പിന്നെ ഒരു 10 മണിയാകുമ്പോഴേക്കും കിടക്കുകയും ചെയ്യും. പിന്നെ എവിടെയാ ഗൈസ് സമയം. ഇന്ന് എന്തിനോ ഗാലറി നോക്കിയപ്പോഴായിരുന്നു ഈ വീഡിയോ കണ്ടത്. അപ്പം ഞാൻ വിചാരിച്ച് എഡിറ്റ് ചെയ്യാം. പിന്നെ ഇത് ഗിഫ്റ്റ് ബോക്സ് ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നേ. ദക്ഷു അറിയാം ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് ബോക്സ് എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങി തരണേ അമ്മാന്ന്. അപ്പോൾ അമ്മ ഇത് ദക്ഷുവിന് കൊടുക്കണ പോലെയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് വീഡിയോ എടുത്തു. പിന്നെ ഞാനൊരു പൗച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പൗച്ചായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്, ലാവൻഡർ കളർ. പിന്നെ ഒരു ഗിൽറ്റിൻ്റെ പൗച്ചൊക്കെ കണ്ടു. ബട്ട് ഞങ്ങൾ അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ശ്രീകുട്ടി പൗച്ചും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ കിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സംഭവം ഞങ്ങൾ ഇവിടെ ബുക്ക് വാങ്ങാമെന്ന് പറഞ്ഞിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ വന്ന് ഞങ്ങളുടെ കണ്ണ് പല അവിടേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാം നോക്കിയെന്ന് മാത്രം. ഞങ്ങൾ സ്കൂൾ തുറക്കുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് വന്നതുകൊണ്ട് തന്നെ ഓഫറൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം 10 ബുക്ക് വാങ്ങിച്ചാൽ 10 ബുക്ക് ഫ്രീ എന്നായിരുന്നു ഇവിടുത്തെ ഓഫർ. അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറേ വെറൈറ്റീസ് ഓഫ് പേനയൊക്കെ കണ്ടു. ഇതിലൊരു പേന ദക്ഷ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു പേനയ്ക്ക് തന്നെ 150 റുപ്പീസാണ്. കേട്ടപ്പോൾ തന്നെ എൻ്റെ കിളിയൊക്കെ പറന്നു പോയി. പക്ഷെ അത് അമ്മ അവൾക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ പിന്നെ അവിടെ നിന്ന് പോകാൻ പറ്റില്ല എന്ന് അമ്മയ്ക്ക് അറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ദക്ഷയുടെ വാശി തന്നെയാണ് മെയിൻ കാരണം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ബുക്ക് വാങ്ങാനാണ് വന്നതെങ്കിലും നമ്മുടെ കണ്ണ് പോയത് പല സ്ഥലങ്ങളിലാണ്. അങ്ങനെ ടോയ്സിൻ്റെ സെക്ഷനിലോട്ട് വന്നിട്ടോ ഇതിലൊരു ടെഡി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് ഞാനത് എടുത്തു. അപ്പം ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു എന്ന് മാത്രം. ദക്ഷു അമ്മയും ശ്രീകുട്ടിയും കൂടെ എന്തൊക്കെയോ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ അവർ പോസ് ചെയ്തു. പിന്നെ ദക്ഷയുടെ കയ്യിലിരിക്കുന്ന ആ ബാർബി സെറ്റ് അവൾക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങി തരുമോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിനെന്താ, നിനക്ക് ഞാൻ വാങ്ങി തരാലോ എന്ന്. അമ്മ ഇത് എന്തൊക്കെയോ ലൈറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. നമ്മൾ സ്റ്റഡി ടേബിളിൽ വെക്കില്ലേ, അങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള കുറേ ലൈറ്റൊക്കെ കണ്ടു. അപ്പം ഞാൻ അതൊക്കെ നോക്കി. പിന്നെ അവിടെ പോയാലും നമുക്ക് ഫോട്ടോ മുഖ്യം. അങ്ങനെ നമ്മൾ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. അവിടുത്തെ ഓരോ സാധനങ്ങളും നല്ല അടിപൊളിയായിട്ടുണ്ട്. എനിക്കതെല്ലാം വാങ്ങണം എന്നുണ്ട്, പക്ഷെ തീ വിലയാ ഗൈസ്. അങ്ങനെ ഞാനാണ് ഷോപ്പിങ്ങിന് വന്നതെന്ന് അറിയിക്കണമല്ലോ, അതിന് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു. പിന്നെ സ്കൂൾ തുറന്നാലും മഴയൊക്കെ അല്ലേ, അപ്പം മെയിനായിട്ട് വേണ്ടത് നമ്മുടെ കുടയാണ്. അപ്പോൾ അതെ അമ്മ കുടയൊക്കെ നിർത്തി നോക്കണ്ടായിരുന്നേ. അതിനിടയിൽ ദക്ഷ ഒരു ഫാൻ എടുത്തിട്ട് വന്നിട്ട് ഇത് വാങ്ങിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞു വേണ്ടാന്ന്. പാവം അവള് ചമ്മി പോയിട്ടോ. പിന്നെ അലാറം ക്ലോക്കൊക്കെ നമ്മൾ കണ്ടു. നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി എല്ലാം. എനിക്കിത് വാങ്ങിയ ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം ഫോണിൻ്റെ യാതൊരു ആവശ്യവും ഇല്ല. ഇല്ലാന്ന് വെച്ചാൽ നമ്മൾ അലാറം വെക്കും, അലാറം വെച്ച് നമ്മൾ എണീറ്റ് എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഫോൺ നോക്കും. അപ്പോൾ ഇത് വാങ്ങിച്ചാൽ ഫോൺ രാവിലെ അണിച്ച് നോക്കുന്ന ഒരു സ്വഭാവം താനെ ഇല്ലാതാവും. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? ശ്രീകുട്ടി അവിടെ നിന്ന് ബുക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ നേരത്തെ വേറൊരു ടൈപ്പ് ഓഫ് ലഞ്ച് ബോക്സ് കണ്ടു കടയിൽ കയറിയൊരു ടൈമിൽ. പിന്നെ നമ്മൾ ഇറങ്ങാൻ നിൽക്കുമ്പോഴായിരുന്നു ഇത് സ്റ്റീലിൻ്റെ ലഞ്ച് ബോക്സ് ഒക്കെ കണ്ടത്. അപ്പോൾ ശ്രീകുട്ടി ഇത് നല്ല ക്യൂട്ടായിട്ട് നല്ല രസമുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു. അവളെല്ലാം തുറന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ലഞ്ച് ബോക്സ്, കൊള്ളാം. നല്ല ചെറുതും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് കറിയൊക്കെ വെക്കാനുള്ള ഒരു സ്പേസും കൂടി ഉണ്ട്. പിന്നെ ആ സെക്ഷനിൽ തന്നെ നമ്മൾ ലൈബ്രറി ബുക്കും കാര്യങ്ങളൊക്കെ കണ്ടു. വായനാശീലം പിന്നെ നമുക്ക് പണ്ടേ ഇല്ലാത്തതുകൊണ്ട് ബുക്കൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അയ്യോ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ കടയിൽ നിന്ന് ഇറങ്ങി. വാങ്ങിയ സാധനങ്ങളൊന്നും കാണിച്ചു തരാനും പറ്റിയില്ല. അത് കുഴപ്പമില്ല, ഇനി വാങ്ങിയ സാധനങ്ങളൊക്കെ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ കടയിൽ പോയി നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കും ഇത് ഇരുട്ടായിട്ടുണ്ടായിരുന്നു. സമയം പോയതേ അറിഞ്ഞില്ല ഗൈസ്. പിന്നെ നൈറ്റ് ഡ്രൈവ് അതെനിക്കും അമ്മയ്ക്ക് ഇഷ്ടമുള്ളതായതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ രാത്രി നമ്മൾ വീടെത്തുമ്പോഴേക്കും നല്ല ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു ഗൈസ്. കാരണം ഞങ്ങളുടെ മോൻ കണ്ടാൽ നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. വരുന്ന വഴിക്ക് നമ്മൾ ഹോട്ടലിൽ കയറി പൊറോട്ടയും പെപ്പർ ചിക്കനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ വീടെത്തിയത് കറക്റ്റ് 8 മണിക്കായിരുന്നേ ഗൈസ്. അപ്പോൾ നമ്മൾ വീടെത്തി.
ഇവിടത്തെ മുടി ഒന്ന് കെട്ടിപ്പിണ സമാധാനമായത്. ഇനി നമുക്ക് പോയി ഫുഡ് കഴിക്കാം. അങ്ങനത്തെ കേസ് ഞാൻ പറഞ്ഞ പോലെ പൊറോട്ട മാത്രമായിരുന്നില്ല വാങ്ങിയിട്ടുണ്ടായിരുന്നത്, ബിരിയാണിയും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നേ. എനിക്കും ശ്രീകുട്ടിക്കും ബിരിയാണി മതി എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അങ്ങനെ ബിരിയാണി വാങ്ങിച്ചു. ബാക്കി എല്ലാവർക്കും പൊറോട്ടയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പണ്ടേ ഞാനൊരു ബിരിയാണി കൊതിച്ച് ആയതുകൊണ്ട് ബിരിയാണിയും ലെഗ് പീസും കൂടി കണ്ടപ്പോൾ തന്നെ എൻ്റെ വയറുന്നായിരുന്നു, ഇനി അതൊക്കെ ഒന്ന് കഴിക്കണം. അങ്ങനെ അമ്മ അവിടെ ഇരുന്ന് പൊറോട്ട കഴിക്കണ്ടായിരുന്നു. ആളുടെ അടുത്ത് നോക്കി ഒന്ന് ചിരിക്കാൻ പറഞ്ഞു. എന്തൊരു നല്ല ചിരിയല്ലേ. അപ്പം അത്രയുള്ളൂ ഗായ്സ്, ബൈ. അപ്പം അത്രയുള്ളൂ ഗായ്സ്. ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ ദാറ്റ് we will see you.